ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ 65, ചിക്കൻ പക്കോട എന്നീ പേരുകളിലുള്ള ഈ ചിക്കൻ്റെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കുന്നതിനായി 400 ഗ്രാം അളവിലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ബോൺലെസ് ആയിട്ടുള്ള പീസുകൾ വേണം ചിക്കൻ 65നായി എടുക്കേണ്ടത്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി ആദ്യം തന്നെ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മാരിനേഷനുള്ള മസാലകൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നീട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നീട് ചിക്കനിലേക്ക് 1 കോഴിമുട്ട ഉടച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഈ ചിക്കൻ്റെയും മസാലയുടെയും മിക്സിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്തിളക്കി 1 മണിക്കൂർ നേരത്തേക്ക് ഒരു മാരിനേഷന് വേണ്ടി ഒന്ന് മാറ്റിവെക്കാം. 1 മണിക്കൂർ മാറ്റിവെച്ച് ചിക്കനിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് ചിക്കൻ വറുത്ത് കോരിയെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. രണ്ടോ മൂന്നോ തവണകളായി ചിക്കൻ മുഴുവൻ ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചിക്കൻ പൊരിച്ചെടുക്കാനായിട്ട്. ചിക്കൻ എല്ലാം നന്നായി വറുത്ത് കോരി എടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില മൂപ്പിച്ച് കോരി മാറ്റിയതിന് ശേഷം ഒരു 6-7 പച്ചമുളക് നെടുകെ കീറിയിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ 65 ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയും എളുപ്പത്തിലുമുള്ള ഒരു ചിക്കൻ 65 അല്ലെങ്കിൽ ചിക്കൻ പക്കോടയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടിയൊന്ന് അമർത്തിയിരിക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്